ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വരുന്നത്. മക്രോണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ എൻ്റേതായ രീതിയിലാണ് കാണിക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് ഉപ്പ് ഇടുക. ഉപ്പിൻ്റെ കൂടെ തന്നെ ഇത്തിരി ഓയിൽ ഒഴിക്കുക. കാരണം ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അടുപ്പത്ത് വെക്കും. നല്ലോണം തിളച്ച് നല്ലോണം വേവണം കേട്ടോ. നല്ലോണം വെന്താലേ അതിൻ്റെ ഇതുണ്ടാവുള്ളൂ. കുറച്ച് ഒരു ഒട്ടിപ്പോകാത്ത വിധത്തിൽ വെന്ത് കിട്ടണം. അങ്ങനെ പിന്നെ അതിനാവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ. കോഴിമുട്ടയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ മക്രോണി. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്, ഓട്ടപാത്രത്തിലേക്ക് മാറ്റുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ഓയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം അത് ചൂട് തണിയുന്നേരം നല്ലോണം ഒട്ടിപ്പോവും. അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ അതാക്കി കഴിയുമ്പോഴത്തേക്കും നല്ലോണം ഒട്ടിപ്പോവും ചൂട് തണിയുമ്പോഴത്തേക്കും. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക, നല്ല ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ഓയിൽ മിക്സ് ചെയ്യുക. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്യുക കേട്ടോ. നമ്മൾ കരിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഉള്ളി ഇടുക കേട്ടോ. ഉള്ളി തോനെ ഇതാവണമെന്നില്ല, കാരണം ഒന്നും കൊണ്ട് ഇതായി കിട്ടിയത് തോനെ. ഞാൻ എടുത്തത് വളരെ കുറച്ചാണ് കേട്ടോ. ഉള്ളി എല്ലാ സാധനവും വളരെ കുറച്ചെടുത്തത്, കാരണം മക്കൾക്ക് കഴിക്കാൻ എരിവില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കഷ്ണം പച്ചമുളകും ഉപ്പൊക്കെ ആഡ് ചെയ്ത് നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പം നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വഴറ്റാൽ മതി കേട്ടോ. കാരണം തോനെ താവേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചേ ഞാൻ എല്ലാ സാധനം എടുത്തുള്ളൂ. മക്കൾക്ക് എരിവൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് ചെയ്തതാണ്. കുറച്ചും കൂടി ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇത്തിരി കുരുമുളകിൻ്റെ പൊടിയും ഇത്തിരി ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളൊന്ന് തക്കാളിയൊക്കെ ഒന്ന് കയറ്റി വെച്ച് പിന്നെ അതിൻ്റെ നടുക്കായിട്ട് കോഴിമുട്ട ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു ഇതായി കിട്ടും. അതിലേക്ക് തന്നെ പാരുന്ന നേരം ചിലപ്പോൾ റെഡി ആവില്ല. അപ്പം ഞാൻ അതിലേക്ക് മക്രോണി ഇട്ട് കൊടുത്തു കേട്ടോ. മക്രോണി എടുത്തിട്ട് നല്ലോണം ഇളക്കുക. കാരണം മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും എത്തണമല്ലോ. ഇതിൽ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഇളക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി കൂടി കുരുമുളക് ഇടാമെന്ന്. അങ്ങനെ കുരുമുളക് ഇട്ട് സാധനം റെഡി ആയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. ഇത് ബീഫ് ഇട്ടിട്ടും പിന്നെ ചിക്കൻ ഇട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കോഴിമുട്ട വെച്ച് ചെയ്തതാണ്.